ഏതാണ്ട് 2 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം PV അൻവർ അവസാനിപ്പിക്കുകയാണ്. രാഷ്ട്രീയ കേന്ദ്രങ്ങളെ നടുക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് PV അൻവർ നടത്തിയത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ CPM-ൽ നിന്ന് ഉയരേണ്ട ചോദ്യങ്ങളാണ് PV അൻവറിലൂടെ ഇന്ന് കേരളം കേട്ടത്. CPM-നെ സംബന്ധിച്ച്, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഒരു ഇടിവെട്ടുന്ന പോലെയുള്ള പ്രഹരമാണ് ഓരോ വാക്കുകളിലൂടെയും അൻവർ മുഴക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ ഇത്രമാത്രം കടന്നാക്രമിക്കുന്ന പ്രതികരണം പ്രതിപക്ഷത്ത് നിന്നുണ്ടായിട്ടില്ല. രാഷ്ട്രീയ കേരളത്തിൽ എവിടെ നിന്നും അത് കേട്ടിട്ടില്ല. ഒരുപക്ഷെ VS അച്യുതാനന്ദനൊക്കെ പിണറായി ഇങ്ങനെ നേർക്കുനേർ നിന്ന് യുദ്ധം പ്രഖ്യാപിക്കുകയും കടുത്ത ഭാഷകൾ പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ അതിൻ്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് കടന്നിരിക്കുകയാണ് PV അൻവർ. ഗുരുതരമായ ആരോപണങ്ങളാണ് PV അൻവർ മുഖ്യമന്ത്രിക്കെതിരെ, പിണറായി വിജയനെതിരെ ഇപ്പോൾ നടത്തിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനം BJP-യുമായി പിണറായി വിജയൻ ഒത്തുകളിച്ചിരിക്കുന്നു. തൃശ്ശൂരിൽ BJP-ക്ക് ഒരു ലോക്സഭാ സീറ്റ് താലത്തിൽ വെച്ചുകൊടുത്തത് പിണറായിയാണെന്ന അതിഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദിലീപ് കുമാറും ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ്, എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് അൻവറിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ? വേണു, രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് CPIM കേന്ദ്രങ്ങളെ പിടിച്ചുലച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനമാണ് PV അൻവർ നടത്തിയത്. മുഖ്യമന്ത്രിക്കും CPIM-നുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ, അതിൽ പ്രധാനമായും മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മന്ത്രി PA മുഹമ്മദ് റിയാസ് തുടങ്ങിയവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി PV അൻവർ ഉന്നയിച്ചിരിക്കുന്നു എന്ന പ്രത്യേകത കൂടി വാർത്താ സമ്മേളനത്തിനുണ്ട്. തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ BJP-ക്ക് വിജയമൊരുക്കിയത് അത് കേന്ദ്ര സഹായം ലഭ്യമാകേണ്ട ഒരാളുടെ നിർദ്ദേശപ്രകാരമാണ്. ആ നിർദ്ദേശം ADGP-ക്ക് അദ്ദേഹം നൽകി എന്ന ഗുരുതരമായ ആരോപണം കൂടി ഇപ്പോൾ PV അൻവർ ഉന്നയിച്ചിരിക്കുകയാണ്. P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചെങ്കിലും ഇതാദ്യമായി മുഖ്യമന്ത്രി ചതിച്ചു, വഞ്ചിച്ചു. പിണറായി വിജയൻ ഒരു ജ്വലിക്കുന്ന സൂര്യനായിരുന്നു, പക്ഷേ ഇപ്പോൾ കെട്ട സൂര്യനായി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗ്രാഫ് 0-ലായിരിക്കുന്നു എന്ന ഗുരുതരമായ പരാമർശങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ PV അൻവർ നടത്തിയിരിക്കുന്നത്. ഈ നിലയിൽ പോയാൽ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്ന കാര്യവും PV അൻവർ പറയുന്നുണ്ട്. ഏതായാലും തുറന്നടിച്ചിരിക്കുകയാണ് PV അൻവർ. നിയമസഭാ കക്ഷി യോഗത്തിൽ LDF-ന്റെ താൻ പങ്കെടുക്കില്ല എന്ന കാര്യം കൂടി അടിവരയിട്ട് PV അൻവർ പറയുന്നു. നിയമസഭയിൽ തനിക്ക് പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരികയാണെങ്കിൽ ആ നിലയിൽ ആലോചിക്കും എന്ന കാര്യം കൂടി ഇപ്പോൾ PV അൻവർ പറഞ്ഞിരിക്കുകയാണ്. നിലമ്പൂരിൽ നിന്ന് 2 തവണ MLA ആയ PV അൻവർ, CPIM സ്വതന്ത്രനായി വിജയിച്ച PV അൻവർ CPIM നേതൃത്വത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. CPIM നേതൃത്വം അവരുടെ നിവൃത്തികേട് അവർ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനൊക്കെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്കപ്പുറത്തേക്ക് പോകുന്നില്ല, ആ പാർട്ടിയിൽ ഒരു വിമർശനവും ആർക്കും ഉന്നയിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ PV അൻവർ ഉന്നയിച്ചിരിക്കുന്നു. ഇനി CPIM നേതൃത്വം എന്തു നിലപാടായിരിക്കും തുടർന്ന് സ്വീകരിക്കുക എന്നതാണ് അറിയാനിരിക്കുന്നത്. ഏതായാലും PV അൻവറിനെ സംബന്ധിച്ച് 2016 മുതൽ അദ്ദേഹം നിലമ്പൂരിലെ ഇടതുമുന്നണി MLA ആണ്. PV അൻവർ ഇത്തരത്തിലൊരു തുറന്നടിക്കലുമായി രംഗത്തെത്തുമെന്ന് CPIM നേതൃത്വം കരുതിയിട്ടുണ്ടാവില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ അടുത്ത ദിവസങ്ങളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തോടുകൂടി ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരുപക്ഷെ PV അൻവർ ഈ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറുമെന്ന് CPIM കരുതിയിട്ടുണ്ടാവും. മാത്രമല്ല, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ തന്നെ ഇത്തരം പരാമർശങ്ങൾ നടത്തരുത് എന്ന കാര്യം പറഞ്ഞിട്ടും അത്തരം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശത്രുക്കൾക്ക് സഹായകമാകും എന്ന കാര്യം PV അൻവർ ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും ആ രേഖകളെല്ലാം ലംഘിച്ചുകൊണ്ട്, അത്തരം അതിർവരമ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ PV അൻവർ ശക്തമായ നിലയിൽ തന്നെ മുഖ്യമന്ത്രിക്കും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമൊക്കെ എതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. വേണു, ദിലീപ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് പിണറായി ഇങ്ങനെ ആക്രമിക്കുകയാണ് അൻവർ എന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു പാർട്ടി നേതാവ് പോലും അൻവറിനെ പിന്തുണയ്ക്കാൻ ഇടയില്ല. പക്ഷേ അപ്പോഴും ഈ പാർട്ടിക്കകത്ത് അതിനെ വ്യത്യസ്തമാക്കുന്നത് അതിലെ ഉൾപാർട്ടി ജനാധിപത്യമാണെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ പാർട്ടിയിൽ എന്ത് തെറ്റായ പ്രവണതകൾ ഉണ്ടെങ്കിലും അതെല്ലാം പാർട്ടി വേദികൾക്കകത്ത് ചർച്ച ചെയ്യാൻ കഴിയുന്ന വിശാലമായ ഉൾപാർട്ടി ജനാധിപത്യം ആ പാർട്ടിക്കുണ്ട് എന്നാണ് എപ്പോഴും പറയാറ്. അത് ആ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഈ ഉൾപാർട്ടി ജനാധിപത്യം എന്ന DNA തന്നെ സംശയത്തിലാഴ്ത്തുന്ന രൂപത്തിലാണ് ആ പാർട്ടി സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പാർട്ടിക്കകത്തുള്ളവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട്
ഇത് അൻവർ പുറത്തു നിന്ന് പറഞ്ഞുവെങ്കിലും എന്തെങ്കിലും ഒരിക്കൽ ഈ പാർട്ടിക്കകത്ത് നിന്ന് ഉയരേണ്ടിയിരുന്ന ശബ്ദം തന്നെയായിരുന്നില്ലേ ഇത്? പ്രത്യക്ഷമായി അൻവറിനെ പിന്തുണയ്ക്കുന്നില്ല എങ്കിലും ഈ പണ്ട് വിജയമാഷൊക്കെ പറയുന്നത് പോലെ കുട്ടിയെ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാം, പക്ഷേ ആ ചോദ്യം ക്ലാസ് മുറിയിൽ ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ പാർട്ടിക്കകത്ത് ഇടിമുഴക്കം പോലെ ഈ ചോദ്യങ്ങൾ മുഴങ്ങില്ലേ? വേണു, പാർട്ടിക്കകത്ത് മാത്രമല്ല പൊതുസമൂഹത്തിലും ഈ ചോദ്യങ്ങൾ മുഴങ്ങും, അതിൻ്റെ പ്രതിധ്വനികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം CPIM-ൽ ഒരുപക്ഷെ തിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ് PV അൻവർ കരുതിയിരുന്നത്. താഴെത്തട്ട് മുതൽ തനിക്ക് പിന്തുണയുണ്ട് എന്ന് PV അൻവർ ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ട്. ഇന്നും അത്തരത്തിലുള്ള പരാമർശങ്ങൾ PV അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടിയിൽ ഒരു തിരുത്തലുണ്ടാകും എന്ന് കരുതി. പക്ഷേ പാർട്ടിയിൽ ആ നിലയിലുള്ള ഒരു ചർച്ചകളും നടക്കുന്നില്ല, വിമർശനം നടക്കുന്നില്ല. എല്ലാം മുഖ്യമന്ത്രി പറയുന്നത് അത് അംഗീകരിച്ചു കൊടുക്കുക എന്ന നിലപാടായിരിക്കുന്നു. മുഖ്യമന്ത്രിക്കാകട്ടെ MR അജിത് കുമാറും P ശശിയും പറയുന്ന കാര്യം അതേപടി അംഗീകരിക്കുക, അവരെഴുതി കൊടുക്കുന്ന തിരക്കഥ അതേപടി വായിക്കുക എന്നത് മാത്രമായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ സമീപനം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ആ നില CPIM നേതാക്കളും അതിപ്പോൾ സ്വീകരിക്കുകയാണ്. അവർ നിവർത്തികേട് കൊണ്ട് ഈ മുഖ്യമന്ത്രിയെ അനുകൂലിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തുകയാണ് എന്ന് പറയുമ്പോൾ CPIM-ൽ പോലും ആ നിലയിലുള്ള ചർച്ചകൾ നടക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ PV അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ, PV അൻവർ ആരോപിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ അത് CPIM-ലും ഇനിയിപ്പോൾ വരാൻ പോകുന്ന ലോക്കൽ സമ്മേളനങ്ങൾ മുതൽ മേൽത്തട്ടിലുള്ള സമ്മേളനങ്ങളിലൊക്കെ മുകളിലോട്ടുള്ള സമ്മേളനങ്ങളിലൊക്കെ അക്കാര്യം ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. CPIM-നെ സംബന്ധിച്ച് പുറത്തുനിന്നാരും പഠിപ്പിക്കേണ്ടതില്ല. ഇത് വേറിട്ടൊരു പാർട്ടിയാണ്. ഈ പാർട്ടി എന്താണ് എന്ന് മറ്റുള്ളവർക്കറിയില്ല എന്നൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ CPIM നേതാക്കളും ഒക്കെ ആവർത്തിക്കുമെങ്കിലും പൊതുസമൂഹത്തിലേക്ക് ഇതിപ്പോൾ, അതായത് CPIM പ്രവർത്തകർക്കപ്പുറത്തേക്ക്, CPIM-ന്റെ അംഗങ്ങൾക്കപ്പുറത്തേക്ക്, പൊതുസമൂഹത്തേക്ക്, നിഷ്പക്ഷരായ ജനങ്ങളുടെ ഇടയിലേക്ക്, വോട്ടർമാരിലേക്കൊക്കെ ഈ ചോദ്യങ്ങൾ അത് വലിയൊരു ബോംബ് എന്ന നിലയിലാണ് ഇപ്പോൾ PV അൻവർ അത് എറിഞ്ഞിരിക്കുന്നത്. ദിലീപ്, ഇപ്പോൾ അൻവറിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒന്നുകിൽ ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച നിലമ്പൂരിൽ പൊതുസമ്മേളനം വിളിക്കുമെന്നാണ് പറയുന്നത്. MLA സ്ഥാനം രാജിവെക്കില്ല. ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടുണ്ട്. MLA സ്ഥാനം രാജിവെക്കുന്ന പ്രശ്നമില്ല. കേൾക്കാൻ വയ്യ, എന്താ പറഞ്ഞേ? വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്